എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 154-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ദ്രവിണോദാപിപീഷതി ജുഹോദ പ്രജതിഷ്ഠത നേഷ്ട്രാധൃതുഭിരിഷ്യത. അന്വയം: ദ്രവിണദാ ഋതുഭി സഹ നേഷ്ട്രാൻ പിപീഷതി തത ഹേ ഋത്വിജ ഇഷ്യത ഗതാച ജുഹോദ ഹുത്വാ പ്രതിഷ്ഠച. ദ്രവിണദ ഐശ്വര്യവാനായിട്ടുള്ള അഗ്നിദേവ, ധനം ദാനം ചെയ്യുന്നതായിട്ടുള്ള അഗ്നിദേവൻ, ഋതുഭി സഹ ഋതുദേവതമാരോടുകൂടി, നേഷ്ട്രാൽ നേഷ്ടാവെന്ന ഋത്വിക്കിനെ സംബന്ധിച്ച പാത്രത്തിൽ നിന്ന്, പിപീഷതി സോമപാനം ചെയ്യാനായി ആഗ്രഹിക്കുന്ന, ഇഷ്യതേ ഹോമസ്ഥാനത്തേക്ക് പോയാലും, ജുഹോദ ഹോമം ചെയ്യുക, പ്രതിഷ്ഠത അതിനുശേഷം മറ്റൊരിടത്തേക്ക് നീങ്ങിയിരിക്കുക. യജ്ഞവേദിയിലെ ഋത്വിക്കുകൾ: ഋഗ്വേദം ഹോതാവ്, മൈത്രാവരുണൻ, അച്ഛാവാകൻ, ഗ്രാവസ്തുത്. ഇനി യജുർവേദത്തിലെ ഋത്വിക്കുകൾ: അധ്വർയു, പ്രതിപസ്താദൻ, നേഷ്ടൻ, ഉന്നേതൻ. സാമവേദത്തിലെ ഉദ്ഗാതാവ്, പ്രസ്തോദാതൻ, പ്രതിഹാരി, സുബ്രഹ്മണ്യൻ. അഥർവവേദം ബ്രഹ്മൻ, ബ്രാഹ്മണാച്ഛാംസി, അഗ്നീധ്രൻ, പോതൻ. എല്ലാവരെയും യോജിപ്പിക്കുന്ന സദസ്യൻ എന്ന ഋത്വിക്കും കൂടി ആകെ 17. യജമാനൻ, പത്നി എന്നിവരും യാഗവേദിയിൽ പ്രധാനികളാണ്. ഇതിൽ അധ്വർയു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ, ഹോതാവ് എന്നിവരാണ് പ്രധാനപ്പെട്ട ഋത്വിക്കുകൾ. അർത്ഥം: പ്രാർത്ഥിക്കുന്നവന് പ്രിയത്തോടെ ധനത്തെ ദാനം ചെയ്യുന്ന അഗ്നിദേവ, ഋത്വിക്കുകളോടുകൂടി നേഷ്ടാവെന്ന ഋത്വിക്കിന്റെ പാത്രത്തിൽ നിന്ന് അങ്ങ് സോമരസം പാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യാഗകർമ്മത്തിന്റെ സൽഫലപ്രാപ്തിക്കുള്ള നിമിത്തമായി ഇതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ഋത്വിക്കുകളെ, നിങ്ങൾ യാഗവേദിയിലെ ഹോമാഗ്നി കുണ്ഡത്തിനരികിലേക്ക് കടന്നു വന്നാലും, ഹോമം ആരംഭിച്ചാലും, ഹോമകർമ്മം കഴിഞ്ഞ ശേഷം മറ്റു സ്ഥാനത്തേക്ക് നീങ്ങിയിരുന്ന് സ്വസ്ഥത നേടിയാലും. ഇതാണ് മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.